റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി.ജെ. റോയിയുടെ മരണത്തിന് പിന്നാലെ ആദായ നികുതി വകുപ്പിന്റെ നടപടികൾക്കെതിരെ അദ്ദേഹം നൽകിയ ഹർജി പിൻവലിച്ചതിലെ ദുരൂഹതകൾ പുറത്തുവരുന്നു. ഡിസംബറിൽ നടന്ന IT റെയ്ഡ് നിയമവിരുദ്ധമാണെന്നും പിടിച്ചെടുത്ത രേഖകൾ മടക്കി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഡിസംബർ 16-നാണ് റോയിയും അദ്ദേഹത്തിന്റെ 8 കമ്പനികളും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹർജി നൽകി വെറും 2 ദിവസത്തിനു ശേഷം ഡിസംബർ 18-ന് തന്നെ ഇത് പിൻവലിക്കുവാൻ അദ്ദേഹം അപേക്ഷ നൽകുകയായിരുന്നു. വിശദമായ വാദങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത്ര പെട്ടെന്ന് ഹർജി പിൻവലിക്കുവാൻ റോയിക്ക് മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നോ മറ്റെന്തെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്നോ സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ബാംഗ്ലൂരുവിലെ ഓഫീസിൽ IT പരിശോധന തുടരുന്നതിനിടയിലാണ് റോയ് സ്വയം വെടിവെച്ച് ജീവനൊടുക്കിയത്. റെയ്ഡ് മൂലം അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുമ്പോൾ റോയിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരുന്നുവെന്നും സമ്മർദ്ദങ്ങളില്ലെന്ന് അദ്ദേഹം നേരത്തെ എഴുതി നൽകിയിട്ടുണ്ടെന്നുമാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. രാഷ്ട്രീയ ബന്ധങ്ങളുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് റോയ് നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതേസമയം ഹർജി പിൻവലിച്ചതിലെ അസ്വാഭാവികതയും മരണത്തിന് തൊട്ടു മുൻപുള്ള സാഹചര്യങ്ങളും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി IT ഉദ്യോഗസ്ഥരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്.